إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم وشاهد ومشهود اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله ഏറെ പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുകയും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അവ പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നൽകി നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നത്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫയിലെ നൃത്തം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ്. അല്പമെങ്കിലും അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജിനു വേണ്ടി മക്കയിലെത്തുകയും രോഗബാധിതരായി തീരുകയും ചെയ്ത ഹാജിമാരെ
ആ അറഫ സംഗമ ഭൂമിയിൽ അല്പനേരമെങ്കിലും അവിടുത്തെ ഭരണകൂടം കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകും. പ്രത്യേകമായി സജ്ജീകരിച്ച ആംബുലൻസിലോ ഹെലികോപ്റ്ററിലും മറ്റുമായി കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുൽഹജ്ജ് 9 അറഫാ ദിനം എന്ന് അറിയപ്പെടുന്നത്. ആ അറഫാ ദിനം നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ എങ്ങനെയാണോ നമ്മൾ നോക്കിക്കണ്ടത്, അതിലേറെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ദിവസമാണ് അറഫാ ദിനം എന്നത്. അറഫാ ദിനത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും പറയുന്ന ധാരാളം ഹദീസുകൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആമുഖമായി ഓതി വെച്ചത് നമുക്കെല്ലാം സുപരിചിതമായ സൂറത്താണ്. ആ സൂറത്തിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിനം തന്നെയാണ് സത്യം. വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തഫ്സീറിൽ കാണാം യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വശാഹിദിൻ വ മഷ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്യപ്പെട്ട യൗമുൽ ഖിയാമയെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതിന് ശേഷം പറയുന്നത് സാക്ഷി തന്നെയാണ് സത്യം, അതോടൊപ്പം തന്നെ സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. ഹദീസിൽ കാണാം വൽ യൗമുൽ മഷ്ഹൂദ്, ആ യൗമുൽ മഷ്ഹൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ, അറഫാ ദിനത്തെയാണ്. അപ്പം സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് അറഫാ ദിനത്തെയാണ്. അറഫാ ദിനത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു. വശാഹിദ്, സാക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ജുമുഅ, അത് ജുമുഅ ദിവസത്തെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രത്തോളം ഗൗരവപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ച ഒരു ദിവസമാണ് യൗമു അറഫ എന്നത്. എന്താണ് സാക്ഷ്യം ചെയ്യപ്പെട്ടത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദി പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്നും മനുഷ്യ സൃഷ്ടിയെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരുടെയും മുതുകിൽ നിന്ന് അവിടെ സന്താന പരമ്പരകളെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടികളോടെല്ലാമായി ചോദിക്കുന്നു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന ചോദ്യം ചോദിക്കുകയാണ്. ഹദീസിൽ കാണാം വലതുപക്ഷക്കാരോടും ഇടതുപക്ഷക്കാരോടും ആ ചോദ്യം ചോദിക്കുകയാണ്. വലതുപക്ഷവും ഇടതുപക്ഷവും എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലെ രാഷ്ട്രീയ പാർട്ടിയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് വലതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ, ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ നാളെ മരണാനന്തര ജീവിതത്തിൽ നരകം നൽകി ശിക്ഷിക്കുന്ന ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ. ഈ 2 കൂട്ടരോടും അല്ലാഹു ചോദിക്കുകയാണ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അപ്പൊ എല്ലാവരും ചേർന്ന് ഒന്നടങ്കം ഐക്യത്തോടെ പറയുന്നു, ഖാലു, അവർ പറഞ്ഞു, ബലാ, അതെ, ബലാ, അതെ, ഷഹിദിന, ഞങ്ങളിതാ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. റബ്ബേ, നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത് അറിഞ്ഞിരുന്നില്ല, ഇതിൽ നിന്ന് അശ്രദ്ധരായിരുന്നു എന്ന് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയാൻ കഴിയില്ല. തൗഹീദ് റുബൂബിയ അംഗീകരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു കർമ്മം നടന്നത് അറഫാ ഭൂമിയിൽ വെച്ചാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്രത്തോളം മഹത്തരമായ ഒന്നാണ് അറഫാ ദിനവും ആ സ്ഥലവും എന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ഉമ്മത്തിന് മേൽ പൂർത്തീകരിക്കപ്പെട്ട ദിനമാണ് അറഫാ ദിനം. ഒരിക്കൽ മഹാനായ ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദി വന്നുകൊണ്ട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ,
ഓ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസ്സലത് ലഅത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. ഒരു യഹൂദിയായ മനുഷ്യൻ, ജൂതനായ മനുഷ്യൻ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്താ പറയുന്നത്? അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ ഖുർആനിൽ ഒരു വചനം നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വചനമെങ്ങാണം യഹൂദികളായിട്ടുള്ള ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ വചനമിറങ്ങിയ ദിവസം, ആ വചനമിറങ്ങിയ സമയം ഞങ്ങൾ ഈദാക്കുമായിരുന്നു, ഞങ്ങളുടെ ആഘോഷവേളയാക്കി തീർക്കുമായിരുന്നു എന്ന് യഹൂദി ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്. ഏതായത്തിനെ കുറിച്ചാണ് പറയുന്നത്? തഫ്സീറിൽ കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്തിനെ കുറിച്ചാണ് യഹൂദി മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്. ഞങ്ങൾക്കായിരുന്നു ഈ വചനം ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഈദിൻ്റെ ദിവസമാക്കി തീർക്കുമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഉമറു ഖദ് അറഫ്നാ ദാലികൽ യൗമ വൽ മകാന അല്ലദീ നസ്സലതു ഫീഹി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമഅത്തിൻ. ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അതെവിടെയാണ് ഇറങ്ങിയതെന്നും ഏത് ദിവസമാണ് ഇറങ്ങിയതെന്നും ഞങ്ങൾക്കത് നല്ലതുപോലെ അറിയാം. അതിറങ്ങിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിലായിരുന്ന സമയത്താണ്. പ്രവാചക ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൻ്റെ വേളയിൽ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്ത് അതൊരു ജുമാ ദിവസം കൂടിയായിരുന്നു. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ യഹൂദിയോട് മറുപടി പറയുകയാണ്. അത്രയ്ക്കും പവിത്രമായ, പുണ്യമാക്കപ്പെട്ട, വിശ്വാസികൾ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9 അറഫ ദിനം എന്നത്. നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ അടിമകൾക്ക് അല്ലാഹു നരകമോചനം നൽകുന്ന മറ്റൊരു ദിവസമില്ല. അടിമകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും നരകമോചനം ലഭിക്കുന്ന മറ്റൊരു ദിവസം അറഫ ദിനത്തേക്കാൾ ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ആ ദിവസത്തെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഉടമസ്ഥനായ അല്ലാഹു തൻ്റെ അടിമകളോട് ഏറ്റവും അടുക്കുന്നതായിട്ടുള്ള ദിവസമാണ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളോടായി പറയും, ഫയഖൂലു മാ അറാദ ഹൗലാഇ. അവൻ്റെ അടിമകളെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായി പറയും, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായി അടിമകളെ പ്രശംസിച്ചുകൊണ്ട് പറയുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ അറഫ ദിവസത്തിൽ ഹാജിമാർ ധാരാളമായി പ്രാർത്ഥിക്കും. ആ സമയത്ത് ഹജ്ജിന് അവസരം ലഭിക്കാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് പ്രിയമുള്ള സഹോദരന്മാരെ. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു അശിയത അറഫ ബിഅഹ്ലി അറഫ യഖൂലു ഉൻദുറു ഇലാ ഇബാദി അതൂനി ശഅസൻ ഗബറ. അറഫയിൽ സമ്മേളിച്ചവരെ കുറിച്ച്, ഹാജിമാരെ കുറിച്ച് അല്ലാഹു വൈകുന്നേരം അഭിമാനത്തോടെ മലക്കളോട് പറയും, പൊടിപുരണ്ട ശരീരവും ജട പിടിച്ച തലയുമായി എൻ്റെ ദാസന്മാർ എൻ്റെ വിളിക്കുത്തരമേകിക്കൊണ്ടിതാ വന്നിരിക്കുന്നു എന്ന് അഭിമാനപൂർവം ആ അറഫയിൽ സമ്മേളിച്ച ഹാജിമാരെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ മലക്കളോട് പറയുമെന്ന് പ്രിയമുള്ള സഹോദരന്മാരെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അത്രത്തോളം പ്രാധാന്യം അർഹിക്കുകയാണ്. മാത്രമല്ല അറഫാ ദിനത്തിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദുനിയാവിൻ്റെ വർത്തമാനങ്ങളിൽ മറ്റ് ശുഗലുകളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം തള്ളി നീക്കേണ്ട ദിവസമല്ല അറഫാ ദിനം. ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ ദിവസം ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാന അക്സറു ദുആഇ റസൂലില്ലാഹി യൗമ അറഫ, അറഫാ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിട്ട് ഹദീസുകൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുമ്പോഴും അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ പല തേട്ടങ്ങൾ അറിയുകയും ആ തേട്ടങ്ങൾ പരിഹരിച്ചു തരികയും ചെയ്യുകയാണ്. ഇത് എന്താ നടത്തുന്നത്? ആദ്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കുകയാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് പരമാധികാരം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. ബിയദിഹിൽ ഖൈർ, എല്ലാ നന്മകളുടെയും ഉടമസ്ഥൻ അവനാണ്. എല്ലാ നന്മകളും അവൻ്റെ പക്കൽ നിന്നാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സർവകാര്യത്തിനും അപരിമിത ശക്തിയും കഴിവുമുള്ളവനാണ്. പരിമിതിയില്ലാത്ത ശക്തിയും കഴിവുമുള്ളവനാണ് എന്ന് അടിമ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് അറഫാ ദിനത്തിൽ ഈ പ്രാർത്ഥന പഠിച്ച് ധാരാളമായി പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അറഫാ ദിനം മുസ്ലിങ്ങളുടെ പെരുന്നാളായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൗമു അറഫ വ യൗമുൻ നഹ്രി വ അയ്യാമുത് തശ്രീഖി ഈദുനാ അഹ്ലൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിൻ വശുർബിൻ. ഹദീസിൽ കാണാം എന്താ പറയുന്നത്? യൗമു അറഫ, അറഫാ ദിനം, വ യൗമുൻ നഹർ, ബലിദിനം, വ അയ്യാമുത് തശ്രീഖ്, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, ഈദുനാ അഹ്ലൽ ഇസ്ലാം, മുസ്ലിങ്ങളുടെ ആഘോഷവേളയാണ്. വഹിയ അയ്യാമുൻ, അത് ദിവസങ്ങളാണ്. അക്കിലിൻ വശുർബിൻ, തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. ഈദിൻ്റെ ദിവസങ്ങളാണ്. അറഫാ ദിനം ഉൾപ്പെടെയുള്ള പെരുന്നാൾ ദിനവും അതിനെ തുടർന്നുള്ള 3 ദിവസങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈദാണ്. അനിസ്ലാമികമായ പല ആഘോഷങ്ങളുടെയും പിന്നാലെ പോകുന്ന മുസ്ലിം സമൂഹം മനസ്സിലാക്കണം, അള്ളാഹു വിശ്വാസികൾക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കാനും ആഘോഷിക്കുന്നതിന് വേണ്ടിയും നിശ്ചയിച്ചു തന്നിട്ടുള്ളൊരു ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആ ദിവസങ്ങളെ നമ്മൾ പ്രിയമുള്ള സഹോദരന്മാരെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. അറഫാ ദിനത്തിൽ ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പെടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു വസിയാമു യൗമു ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറഫാ ദിനത്തിലെ നോമ്പ്, ആ നോമ്പിനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മുൻകഴിഞ്ഞു പോയ ഒരു വർഷക്കാലത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തെ പാപവും അതിലൂടെ പുറത്തു കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കിട്ടുകയാണ് അറഫാ നോമ്പിലൂടെ. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പുറത്തു കിട്ടുന്നു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ പോകുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ ചെയ്യാനുള്ള അവസരം വരുമ്പോൾ അതിലേക്ക്, ആ തെറ്റുകളിലേക്ക് വഴുതി വീഴാതെ അതിൽ നിന്ന് മാറാനുള്ളൊരു തൗഫീഖ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഈ ഹദീസ് വിശദീകരിക്കുന്ന വേളയിൽ മുഹദ്ദിസീങ്ങൾ പറയുന്നത്. അപ്പം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെറ്റ് ചെയ്യാനുള്ള അവസരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പാപം ചെയ്യാനുള്ള ആ അവസ്ഥ മാറുന്നു. പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അറഫാ നോമ്പിലൂടെ പുറത്തു കിട്ടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ബോധ്യം വരികയും ആത്മാർത്ഥമായി ആ അടിമ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുമ്പോൾ അവൻ തെറ്റു ചെയ്യാത്തവനെ പോലെ ആയിത്തീരും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഒരു നിയ്യത്തോടു കൂടി തന്നെ അറഫാ ദിനത്തിലെ നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇനി അടുത്ത ചർച്ച പുതിയ കാലത്തിൻ്റെ ചർച്ചയാണ്. എന്നാണ് അറഫാ ദിനം?
ചില വസ്വാസുകൾ കൊണ്ട് ആളുകൾ വരും. അറഫാ ദിനം എന്ന് പറയുമ്പോൾ എന്നാണോ സൗദി അറേബ്യയിൽ ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്നത് അന്നാണ് അറഫാ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. ഒരിക്കലും പാടില്ല. എന്നാൽ അറഫാ ദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുൽഹിജ്ജ 9 നമ്മുടെ നാട്ടിൽ കലണ്ടർ പ്രകാരം ദുൽഹിജ്ജ 9 എന്നാണോ, നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ മാസത്തെ മാസപ്പിറവി കണ്ടത് അന്ന് മുതൽ കൗണ്ട് ചെയ്യുമ്പോൾ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമുക്ക് അറഫാ ദിനം. സൗദി അറേബ്യയിലേക്ക് നോക്കേണ്ടതില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റ് ഇൻ്റർനെറ്റും റേഡിയോ സംവിധാനവും ടെലിവിഷൻ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അറഫാ സംഗമമുണ്ട്. പക്ഷേ അതൊന്നും പുറം ലോകത്തുള്ള ആളുകൾക്ക് അറിയാൻ കഴിയില്ല. അന്നൊക്കെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നോമ്പെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മാസപ്പിറവിയുടെ വിഷയത്തിൽ പല ആളുകളും സലഫിയത്ത് വാദിക്കുന്നവർ വരെ ഇഷ്കാലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരെ പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. നോമ്പല്ലാത്ത ദിവസം നോമ്പെടുപ്പിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, മക്കയെ അടിസ്ഥാനമാക്കി ചന്ദ്രപ്ര കണക്കാക്കണമെന്നുള്ള വാദത്തിന് യാതൊരുവിധ തെളിവോ അടിസ്ഥാനമോ ഇല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അവർ മാസം കണ്ടാൽ പോലും മക്കയിൽ മാസം കണ്ടില്ലെങ്കിൽ അവർ നോമ്പെടുക്കരുത് എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. എല്ലാ സ്ഥലത്തും പറ കണ്ടു, പക്ഷെ മക്കയിൽ കണ്ടില്ല. നോമ്പെടുക്കണ്ടേ? റമദാൻ ആരംഭത്തിൻ്റെ പറ കണ്ടു, നോമ്പെടുക്കണ്ടേ? അതുകൊണ്ട് അങ്ങനെ മക്കയിലേക്ക് നിങ്ങൾ നോക്കൂ എന്നുള്ളതല്ല. നമ്മുടെ പ്രവിശ്യയും നമ്മുടെ രാജ്യവും അങ്ങനെ ഇസ്ലാമിക പണ്ഡിതന്മാർ അതിർത്തി നിശ്ചയിച്ച ആ പ്രദേശങ്ങളിൽ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിനം എന്ന ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ശനിയാഴ്ചയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിനം ഞായറാഴ്ചയാണ്. ബലിദിനം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് അന്നത്തെ ദിവസം തന്നെ അറഫാ ദിനമായി കണ്ട് അതിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് നോമ്പെടുത്തുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആ ദിവസത്തെ എല്ലാ പ്രതിഫലവും നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد بن عبد الله وعلى آله وصحابته أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സഹോദരന്മാരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകി നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുൽഹജ്ജ 10 വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാളാണ്. ഇസ്ലാം വിശ്വാസികൾക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഈദ് എന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘോഷവും പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയായിരിക്കണം. എങ്ങനെയാണ് ഒരു വിശ്വാസി പെരുന്നാൾ ആഘോഷിക്കേണ്ടത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസുകളിൽ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അത് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പെരുന്നാൾ നമസ്കാരം തന്നെയാണ്. കുളിച്ച് സുഗന്ധം പൂശി പുതുവസ്ത്രമുള്ളവർ അത് ധരിച്ചും അതില്ലാത്തവർ നിലവിലുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഈദ് മുസല്ലയിലേക്കാണ് പോകേണ്ടത്. പെരുന്നാളിന് നിങ്ങൾ പള്ളികളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈദ് മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ആരാ പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മദീനത്തെ പള്ളിയുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതയുള്ള മദീനത്തെ പള്ളിയുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് ഈദ് മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്കാണ് പോയത്. എന്നിട്ട് സ്വഹാബത്തിനോട് ആഹ്വാനം ചെയ്തു, നിങ്ങളിലെ ആർത്തവകാരികളായിട്ടുള്ള സ്ത്രീകൾ പോലും ആ ഈദ് മുസല്ലയിലേക്ക് വരിക, എന്നിട്ട് അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, എന്നിട്ട് വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കുചേരുക, അവിടെ നടക്കുന്ന ഖുത്ബ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും ചെയ്യുക. നോക്കൂ, ഒരാളും ഒരടിമയും ഒരു മനുഷ്യ സ്ത്രീയും
പെരുന്നാളിൻ്റെ ദിവസം ഒത്തുകൂടാൻ കഴിയാതെ വീട്ടിൽ പ്രയാസവുമായി കഴിഞ്ഞുകൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം. പള്ളി അവർക്ക് സാധിക്കില്ലല്ലോ, പള്ളിയുടെ അകത്ത്. അതുകൊണ്ട് തന്നെ ആ സുന്നത്തുകൾ നടപ്പിലാക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം കഴിഞ്ഞ പ്രാവശ്യം നടന്ന പെരുങ്കുളത്തുള്ള ടർഫിൽ തന്നെയാണ് ഈദ്ഗാഹ് നടക്കുന്നത്. ബഹുമാന്യനായ പണ്ഡിതൻ അക്ബർ ഷാ അലി ഹിക്കമി അതിന് നേതൃത്വം കൊടുക്കും. കുടുംബത്തോടൊപ്പം ആ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഈദ്ഗാഹിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. തക്ബീറുകൾ മുഴക്കേണ്ടതായിട്ടുണ്ട്. തക്ബീറുകൾ മുഴക്കി അവിടേക്ക് വരേണ്ടതായിട്ടുണ്ട്. തക്ബീറുകൾ പെരുന്നാൾ നമസ്കാരത്തോടുകൂടി അവസാനിക്കുന്നില്ല. ചെറിയ പെരുന്നാളിനാണ്, ഈദുൽ ഫിത്തറിനാണ് അങ്ങനെ അവസാനിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ധാരാളമായി തക്ബീറുകൾ മുഴക്കുക. തക്ബീറുകൾ മുഴക്കുമ്പോൾ കേവലം ഒരു അദര വ്യായാമം എന്നതിനപ്പുറത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് എൻ്റെ ജീവിതത്തിൽ വലിയവൻ എന്ന് സമ്മതിക്കാൻ, മനസ്സുകൊണ്ട് സമ്മതിക്കാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് കഴിയണം. വെറുതെ പറയുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അല്ലാഹുവാണ് വലിയവൻ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ കുടുംബത്തെ കൊണ്ടും നമ്മുടെ മക്കളെ കൊണ്ടും തക്ബീറുകൾ മുഴക്കുക. അങ്ങനെ മുഴക്കുമ്പോഴും പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും അതേപോലെ തന്നെ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൻ്റെ കുടുംബവുമുണ്ട്. അതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ ആ മഹാപ്രവാചകന്റെയും അദ്ദേഹത്തെ അനുസരിച്ചൊപ്പം കൂടിയ ആ കുടുംബത്തെയും സ്മരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഘോഷത്തിൽ മതിമറന്നുകൊണ്ട്, അതെല്ലാം മറന്നുകൊണ്ട് ബലിയിറക്കുക എന്നത് ഒരു ചടങ്ങായി മാറാൻ പാടില്ല. ഓമനിച്ചു വളർത്തിയ, ആഗ്രഹിച്ചു കിട്ടിയ സന്താനത്തെ അറുക്കാൻ പറഞ്ഞപ്പോൾ പോലും മകനോട് അനുവാദം ചോദിച്ചപ്പോൾ യാ അബതി ഇഫ്അൽ മാ തുമർ, ഓ എൻ്റെ പൊന്നു പിതാവേ, താങ്കളുടെ റബ്ബ് എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ ആ പ്രവാചകന്റെയും അനുസരണയുള്ള മകന്റെയും ജീവിത മാതൃക പിൻപറ്റി ജീവിക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നത്. ആ ബലികർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെയായിരിക്കണം. ഷെയർ കൊടുത്തെല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ല, നമ്മളുടെ ഷെയറുള്ള അതിൻ്റെ ടൈം എപ്പോഴാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനെ അറുക്കുന്ന സമയത്ത് ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ ചില ആളുകൾ വളരെ അശ്രദ്ധയിലാണ്. എൻ്റെ ഷെയർ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്പം ദൂരം യാത്ര ചെയ്ത് വന്ന് പോലും ആ കർമ്മത്തിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകളുണ്ട്. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ കയ്യിലുള്ള കുറേ പണം നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, ആ തഖ്വയാണ്, ആ സൂക്ഷ്മതാബോധമാണ്, ആ ത്യാഗനിർഭരമായ മനസ്സാണ് ആ ഒരു ബലികർമ്മത്തിലൂടെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ഒരു മാർഗവും മറ്റൊരു മാർഗവും തിരിച്ചു വരുമ്പോഴും സ്വീകരിക്കുക എന്നുള്ളത് സുന്നത്താണ്. സാധിക്കുന്ന രൂപത്തിൽ അത് ചെയ്യുക. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ പരിഗണിക്കുക. കുടുംബ സന്ദർശനങ്ങൾ നമ്മൾ ഉദ്ഹിയ്യത്ത് കർമ്മത്തിലാണെങ്കിൽ പോലും അന്ന് സാധിച്ചില്ലെങ്കിൽ പോലും ഒന്ന് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അടുത്ത ദിവസം വന്നോളാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ഇസ്ലാമികമായി ഒരു സന്തോഷത്തിൽ മനസ്സുകൾ തമ്മിൽ അടുക്കുന്ന രൂപത്തിലുള്ള പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇന്നലെ ഇന്നുമായി അറിഞ്ഞ 2 മരണവാർത്തകളുണ്ട്. 2 മരണവാർത്തകൾ. ഇന്നലെ ഭാര്യ മരണപ്പെട്ടു, ഇന്ന് ഭർത്താവ് മരണപ്പെട്ടു. ഇന്നലെ രാവിലെ ഭാര്യയും ഇന്ന് രാവിലെ ഭർത്താവ് മരണപ്പെട്ടു. നമ്മുടെ പാച്ചിറ ഹനീഫ സാഹിബ് എന്നത് ഏകദേശം 30-35 വർഷത്തിന് മുമ്പ് തന്നെ തൗഹീദിൻ്റെ ആദർശമുള്ള ആളുകൾ തുലവും കുറവായിരുന്ന സമയത്ത് പോലും തൻ്റെ സൈക്കിൾ എടുത്ത് സർക്കാർ ജോലിക്കിടയിലും ആളുകൾക്ക് ദഅവത്ത് എത്തിക്കാൻ വേണ്ടി ഓടി നടന്ന മർഹൂം ഉമർ മൗലവിയോടൊപ്പം സഞ്ചരിച്ച മഹാവ്യക്തിത്വമാണ് പാച്ചിറ ഹനീഫ സാഹിബ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ജില്ലാ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച വലിയ ഒരു ദായിയായിരുന്നു. ഓർമ്മ നഷ്ടപ്പെടുന്നതുവരെയും ദാവാരംഗത്ത് സജീവമായി നിന്ന വ്യക്തിത്വമാണ്. ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇന്ന് അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസമാണ്. നോക്കൂ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയിലുമായി 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ സഹോദരൻ്റെ ജീവിത കാലഘട്ടത്തിൽ മാനുഷികമായി സംഭവിച്ചു പോയ വീഴ്ചകളും പാപങ്ങളും തെറ്റുകളും പുറത്തു കൊടുക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും ബർസഖിയായ ജീവിതം ആ സഹോദരൻ്റെയും ഭാര്യയുടെയും സന്തോഷത്തിലാക്കുകയും പരലോകത്ത് അവർക്ക് ഒന്നിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. പെട്ടെന്ന് തന്നെ രണ്ടുപേർ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന പ്രയാസം നാം ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. ആ പ്രയാസത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സ് ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം മരണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഒരുപാട് കാലം, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഒരുപാട് കാലം എന്നത് മനുഷ്യ നിനക്കില്ല എന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓർമ്മപ്പെടുത്തലുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരുപാട് സമയം എൻ്റെ മുന്നിലില്ല, ഒരുപാട് സമയങ്ങളില്ല. ഉള്ള സമയം പ്രവർത്തിച്ച് പുണ്യങ്ങൾ നേടുക, ആ നിലയിൽ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് തന്നെ ഏറ്റവും വൃത്തിയായി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയുമായി ചെയ്തു പോയ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പെരുന്നാൾ പോലും ആഘോഷിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന, വീടിൻ്റെ റൂമുകളിൽ മരുന്ന് മണക്കുന്ന മുറികളിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവെ, എത്രയും വേഗം അവർക്ക് ശിഫ നൽകണമേ. അല്ലാഹുവെ, കടം കൊണ്ട് വലയുന്ന ആളുകളുണ്ട്, മാനസികാവസ്ഥ തെറ്റി വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവെ, അവരുടെ കടം മാറിക്കിട്ടാൻ വേണ്ടി നീ സഹായിക്കണമേ. അല്ലാഹുവെ, ശിഷ്ടകാലം എത്രയാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ആ കാലം അത്രയും നിന്നെ വഴിപ്പെട്ടുകൊണ്ടും നിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടും ആ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവെ നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.